ഹലോ എവ്രിവൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൻ്റെ 16ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലാമിനർ ഫ്ലോ ആണ്. ലാമിനർ ഫ്ലോയിൽ തന്നെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ലാമിനർ ഫ്ലോ ബിറ്റ്വീൻ പ്ലേറ്റ്സ്. രണ്ട് പാരലൽ ആയിട്ടുള്ള പ്ലേറ്റ്സുകൾക്കിടയിലൂടെ ഫ്ലോ സംഭവിക്കുമ്പോൾ അത് ലാമിനർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണ്, അതാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ളത് ലാമിനർ ഫ്ലോ ത്രൂ പൈപ്പ്സ് ആണ്. ലാസ്റ്റ് കുറച്ച് കറക്ഷൻ ഫാക്ടറുകൾ, അതായത് ആൽഫ ബീറ്റ, അങ്ങനെ 2 കറക്ഷൻ ഫാക്ടറുകൾ പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലാമിനർ ഫ്ലോ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൻ്റെ എയിം എന്ന് പറയുന്നത് ഞാനൊരു 5 പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, അതായത് ഒരുപാട് ഡെറിവേഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ലാമിനാർ ഫ്ലോയിൽ ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റിസൾട്ടുകളും പ്രോപ്പറായിട്ടുള്ള ഡെറിവേഷൻസിലൂടെ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെയാണ് കാര്യം, ഇങ്ങനെ ആണ് കാര്യം എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് മാത്രം വേണമെങ്കിൽ പറഞ്ഞു പോവാം. പക്ഷേ അതൊരു ജസ്റ്റിസ് ആവത്തില്ല നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴേക്കും. അതുകൊണ്ട് ഞാൻ ഡെറിവേഷൻസ്, പാരലൽ പ്ലേറ്റ്സിൻ്റെ കേസിലുള്ള ഡെറിവേഷൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അത് കേട്ട് എഴുതിയെടുക്കണം എന്നൊന്നുമില്ല, കാരണം ഒബ്ജക്റ്റീവ് എക്സാംസ് ആണല്ലോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡെറിവേഷൻസ് നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല, പക്ഷെ മനസ്സിലാക്കുക എങ്ങനെയാണ് ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയതെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ലാമിനാർ ഫ്ലോ എന്നുള്ള ടോപ്പിക്, അതായത് ലാമിനാർ ഫ്ലോ ഇൻ ദ പ്ലേറ്റ്സ്, അതുപോലെ ലാമിനാർ ഫ്ലോ ഇൻ ദ പൈപ്പിൽ ഈ ഒരു 5 ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് നമ്മൾ തിരയാൻ പോകുന്നത്. അപ്പോൾ പ്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ ഡെറിവേഷൻസ് നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് പ്ലേറ്റ്സിൻ്റെ കേസിലെ ഇക്വേഷൻസ് വെച്ചിട്ട് അത് കമ്പയർ ചെയ്ത് നമുക്ക് പൈപ്പിൻ്റെ കേസിലുള്ള ഇക്വേഷൻസും അതിൻ്റെ റിസൾട്ടുകളും നോക്കാം. ഓക്കെ, അപ്പോൾ എയിം എല്ലാം എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി തന്നെ മനസ്സിലാക്കിയിരുന്നാൽ ഒബ്ജക്റ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഫസ്റ്റ് വൺ വന്നിട്ട് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്രോസ് എ സെക്ഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് മാക്സിമം വെലോസിറ്റി. അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് 2 കേസിൽ ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ മനസ്സിലാക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് വന്നിട്ട് റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ആൻഡ് ആവറേജ് വെലോസിറ്റി, 2 കേസിലും, പ്ലേറ്റിൻ്റെ കേസിലും പൈപ്പിൻ്റെ കേസിലും അത് പഠിക്കണം. ദെൻ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഹെഡ് ലോസ് അലോങ് ദ ലെങ്ത്, ഫുൾ ലെങ്ത്തിന് അലോങ് ആയിട്ടുള്ള ഹെഡ് ലോസ് എത്ര വരും എന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് 2 കേസിലും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ലാമിനാർ ഫ്ലോ എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഓൾറെഡി നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഫ്ലൂയിഡിൻ്റെ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ഫ്ലോ ആണ്. യൂഷ്വലി ലോ വെലോസിറ്റിയിലൊക്കെ വന്നിട്ട് ലാമിനാർ ഫ്ലോ ആയിരിക്കും. പൈപ്പ് ഫ്ലോയുടെ കേസിലുള്ള ലാമിനാർ ഫ്ലോ നമ്മൾ കണ്ടതാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 2000 ആണെന്നുണ്ടെങ്കിൽ, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ലെസ് ദാൻ 2000 ആണെന്നുണ്ടെങ്കിൽ പൈപ്പ് ഫ്ലോയിൽ ഇറ്റ് ഈസ് എ ലാമിനാർ ഫ്ലോ. ആൻഡ് ഗ്രേറ്റർ ദാൻ 4000 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടർബുലൻറ്റ് ഫ്ലോ. ഓക്കെ, അതുപോലെ തന്നെ 2 പാരലൽ പ്ലേറ്റ്സിൻ്റെ കേസിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1000 ആണെന്നുണ്ടെങ്കിൽ അത് ലാമിനാർ ഫ്ലോ. 1000 തൊട്ട് 2000 വരെ ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസിഷൻ ഫ്ലോ. ഗ്രേറ്റർ ദാൻ 2000 ആണെന്നുണ്ടെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 500 ആണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ. ഗ്രേറ്റർ ദാൻ 2000 ആണെന്നുണ്ടെങ്കിൽ അത് ടർബുലൻറ്റ് ഫ്ലോ. ഇൻ ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ ഫ്ലോ ആയിരിക്കും. സോയിലിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ ലാമിനാർ ഫ്ലോ. 1 തൊട്ട് 2 വരെ ആണെങ്കിൽ ട്രാൻസിഷൻ ഫ്ലോ. ഗ്രേറ്റർ ദാൻ 2 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടർബുലൻറ്റ് ഫ്ലോ. ഇതാണ് ലാമിനാർ ഫ്ലോയുടെ ഒരു റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ വെച്ച് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ലാമിനാർ ഫ്ലോ വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക, ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാരലൽ പ്ലേറ്റ്സിൻ്റെ ലാമിനാർ ഫ്ലോ അനാലിസിസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡെറിവേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡെറിവേഷൻസിൽ നിന്നാണ് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക, നോട്ട്ബുക്കിൽ എഴുതണം എന്നില്ല, പക്ഷേ കേട്ടിരിക്കുക എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. വെറുതെ റിസൾട്ട് മാത്രം, അല്ലാതെ റിസൾട്ട് മാത്രം കാണാതെ പഠിക്കാൻ പോയാൽ അതും ഡിഫിക്കൽട്ടായിട്ടേ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്താണ് വരുന്നതെന്നുള്ളത് ഞാൻ മുൻകൂട്ടി എന്തായാലും ഓരോ സ്ഥലം എത്തുമ്പോഴേക്കും അവിടെയെല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ആദ്യമേ തന്നെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് പാരലൽ പ്ലേറ്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ പാരലൽ പ്ലേറ്റ്സ് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ H ആണ്. ഇതിനകത്തോടി ഈ ഒരു X ഡയറക്ഷനിലേക്ക് ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലോ നടക്കുന്ന ഈ ഒരു പ്ലേറ്റിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ചെറിയൊരു എലമെൻറ്റ്, ഒരു ക്യൂബോയിഡൽ എലമെൻറ്റ്, അതാണ് ഇവിടെ എക്സാജറേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത്. അതായത് ഒരു ക്യൂബോയിഡൽ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് y ഫ്രം ദ ബോട്ടം പ്ലേറ്റ്. ബോട്ടം പ്ലേറ്റിൽ നിന്നും y ഡിസ്റ്റൻസിൽ ഉള്ള ഒരു ചെറിയൊരു ഫ്ലൂയിഡ് എലമെൻറ്റ്, ക്യൂബോയിഡൽ ഫ്ലൂയിഡ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഡയമെൻഷൻ നോക്കിയാൽ നമ്മളൊരു യൂണിറ്റ് വിഡ്ത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്. സോ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഓക്കെ, വിഡ്ത്ത് ഇസ് 1 യൂണിറ്റ് ആൻഡ് എക്സിന് എലോങ് ആയിട്ടുള്ള ഇതിൻ്റെ ഡയമെൻഷനെ നമുക്ക് dx എന്ന് പറയാം. വൈക്ക് എലോങ് ആയിട്ടുള്ള ഇതിൻ്റെ ഡയമെൻഷനെ ഇറ്റ് ഈസ് കോൾഡ് ആസ് dy എന്ന് പറയാം. സോ dx dy ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ സെയിം എലമെൻറ്റ് തന്നെയാണ്, റെക്റ്റാങ്കിൾ ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഫോഴ്സ് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. ഒബിയസ് ആയിട്ട് ഫ്ലോയിങ് ഫ്ലൂയിഡിൽ വരുന്ന രണ്ട് ഫോഴ്സസ് ആണ്. ഒന്നെന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് ഉണ്ടാവും. രണ്ട് എലമെൻറ്റ് ഈ സെയിം ക്യൂബോയിഡൽ ഫ്ലൂയിഡ് പാർട്ടിക്കിളാണ് ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ പ്രഷർ ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് P മൾട്ടിപ്ലൈഡ് ബൈ പ്രഷർ ഇൻറ്റൻസിറ്റി. ഏത് ഏരിയയിലാണ് അത് ആക്ട് ചെയ്യുന്നത്? dy ഇൻറ്റു 1 ഏരിയയിലാണ്. സോ P ഇൻറ്റു dy ഇൻറ്റു 1 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് വരുമ്പോഴേക്കും പ്രഷർ ഇൻറ്റൻസിറ്റി ഒന്ന് കുറച്ചും കൂടി ഒരു ചേഞ്ച് ഉണ്ടാവും. P പ്ലസ് ഡോ P ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു dx ആയിരിക്കും, മൾട്ടിപ്ലൈഡ് ബൈ dy ഇൻറ്റു 1 ആണ്. ഓക്കെ, ഒരു ചെറിയ പ്രഷർ ഫോഴ്സും കൂടി കൂടും. സോറി, ഇറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് dx ആണ്. ഹിയർ ഇറ്റ് ഈസ് dx. എക്സിന് അലോങ് ആയിട്ടാണല്ലോ ഇതെല്ലാം വേരി ചെയ്യുന്നത്. സോ ഒന്നുകൂടി പറയാം, പ്രഷർ അലോങ് ദിസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് P പ്ലസ് ഡോ P ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു dx മൾട്ടിപ്ലൈഡ് ബൈ dy ഇൻറ്റു 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിലേക്കും ഈ ഒരു ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ മുകളിൽ വരുന്ന ഷിയർ സ്ട്രെസ് എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ടോപ്പ് ഓഫ് ദി പാർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഷിയർ സ്ട്രെസ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മുകളിലുള്ള ലെയറിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ മുകളിൽ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാളും കൂടിയൊരു സ്പീഡിലാണ് ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഈ ലെയറിലുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് അതിനേക്കാളും കൂടുതൽ ഒരു സ്പീഡിലാണ്. അപ്പോൾ ഷിയർ എന്ന് പറയുന്നത് അവർ ഇങ്ങനെ ഷിയർ ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്, അതായത് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഷിയർ ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി താഴത്തെ പോർഷൻ നോക്കിയാൽ ഈ ഒരു ലെയറിന് ഈ പാർട്ടിക്കിൾ ഇരിക്കുന്ന ലെയറിനേക്കാളും സ്പീഡ് കുറവാണ്. അപ്പോൾ സ്പീഡ് കുറവാകുമ്പോൾ ഇത് കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറവ് കാരണം ഇതിൻ്റെ ഷിയർ എഫക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ U പ്ലസ് ഇവിടെ ഈ ഒരു താഴത്തെ ലെയറിന് U ആണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ലെയർ വരുമ്പോൾ U പ്ലസ് DU ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കുറവ് കാരണം ഇതിങ്ങനെ പിന്നോട്ട് വലിക്കുന്ന പോലെ ഒരു ഷിയറിങ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഡയറക്ഷൻ ഓഫ് ദ ഷിയർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോ ആണ് ഷിയർ സ്ട്രെസ് എന്നെങ്കിൽ ഏരിയ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? dx ഇൻറ്റു 1 ആണ്. നോക്കുക, dx ഇൻറ്റു 1 അതാണല്ലോ ബോട്ടം ഏരിയ ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഷിയർ സ്ട്രെസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പാർട്ടിക്കിൾ. ടോപ്പിലേക്ക് വരുമ്പോഴേക്കും ഇറ്റ് ഈസ് ടോ പ്ലസ് ചെറിയൊരു ഷിയർ സ്ട്രെസ്സും കൂടി വരും. അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, അതൊന്നും നമ്മൾ ഈ അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നില്ല. സോ ടോ ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു dy മൾട്ടിപ്ലൈഡ് ബൈ dx ഇൻറ്റു 1. സോ ഇതാണ് ടോപ്പിൽ വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു, ഫോഴ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മൊമെൻറ്റം ഇക്വേഷൻ ഇൻ ദി ഫ്ലോ ഡയറക്ഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ,
So we are going to write the momentum equation in flow direction. Flow directionലുള്ള momentum equation ഒന്ന് എഴുതാം. അപ്പോൾ F is equal to flow direction F is equal to M into A ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ടോട്ടൽ ഫോഴ്സ് ചെയ്താൽ അപ്പോൾ നേരത്തെ വർഷതെല്ലാം ഓർമ്മയുണ്ടല്ലോ. സോ P ഇൻറ്റു ഡി വൈ ഇൻറ്റു 1 ആണ്. നമ്മൾ സിംപ്ലി ഡി വൈ എന്ന് എഴുതാം. മൈനസ് ഓഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ ഉള്ളത്. P പ്ലസ് ഡോ P ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1 ഉണ്ട്. സോ സിംപ്ലി ഡി വൈ എന്ന് എഴുതാം. പ്ലസ് ടോ പ്ലസ് ടോ ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി എക്സ് മൈനസ് ടോ ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഇവിടുത്തെ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് ഡി എം ആണെന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ ഫ്ലോ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു എക്സ് ഡയറക്ഷനിലാണ്. സോ ദ ആക്സിലറേഷൻ ഈസ് അലോങ് ദി എക്സ് ആൻഡ് ദ മാസ് എന്ന് പറയുന്നത് ഡി എം ആണ്. സോ മൊമെൻറ്റം ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം. ഏത് ചേഞ്ച് ഇൻ ഫോഴ്സ് summation of all the force will be equal to the change in momentum ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എം എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. എല്ലാ ഫോഴ്സിനെയും സം ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എലമെൻറ്റിൻ്റെ മാസ് ദാറ്റ് ഈസ് ഡി എം മൾട്ടിപ്ലൈഡ് ബൈ ആക്സലറേഷൻ എലോങ് ദ ഫ്ലോ ഡയറക്ഷൻ. ഫ്ലോ ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി എ എക്സ് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അതിനു മുന്നേ ഇതിനകത്ത് കുറച്ച് പോയിന്റുകൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. ഏതൊക്കെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്? പി ഇൻറ്റു ഡി വൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത് മൈനസ് പി ഡി വൈ ഇവിടെയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതിനെ ക്യാൻസൽ ചെയ്യാം. ഈ ഡി വൈ ക്യാൻസലായി പോകുന്നില്ല. ഈ ഡി വൈ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ മൈനസ് പി ഡി വൈ ക്യാൻസലായിപ്പോയി. പിന്നെ ക്യാൻസലാക്കാൻ പറ്റുന്നത് ടോ ഇൻറ്റു ഈ ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടോ ഡി എക്സ് ഇവിടെയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ക്യാൻസലായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് എഴുതാം. ഓക്കെ, മൊത്തത്തിൽ ആ സെയിം ഇക്വേഷനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴേക്കും മൈനസ് ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ടോ ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു ഡി എം ഇൻറ്റു എ എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറിവേഷനാണ് വെലോസിറ്റി എങ്ങനെയാണ് വരുന്നത് ഇൻ ദി കേസ് ഓഫ് എ പാരലൽ പ്ലേറ്റ്സ് അതിനുള്ള ഡെറിവേഷനിലാണ് നമ്മളിപ്പോഴും. അപ്പോൾ ഇനി നമ്മൾ എ എക്സിനെ ഒന്ന് നോക്കാം. എ എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കൈനമാറ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യു ഇൻറ്റു ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് ഒമേഗ ഇൻറ്റു ഡോ യു ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ യു ഡിവൈഡഡ് ബൈ ഡോ ടി ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോഴേക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിലല്ല നമ്മുടെ ഡെറിവേഷനിൽ ഡിസ്ചാർജ് ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഏരിയ ഇൻറ്റു വോളിയമാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചേഞ്ച് ചെയ്യുന്നതോ ആയിട്ടോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ടൈമിനനുസരിച്ച് വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പം ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി എന്നുള്ള ടേം 0 ആയിപ്പോവും. ഓക്കെ, പിന്നെ ഒന്ന് പറയാനുള്ളത് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു ഡെറിവേഷനിൽ ഫ്ലോ അലോങ് ദ എക്സ് ഡയറക്ഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഫ്ലോ അലോങ് ദ എക്സ് ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യുമ്പോഴേക്കും യുവിൻ്റെ വെലോസിറ്റി വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ഇസഡ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു 0, ദിസ് ഈസ് ഈക്വൽ ടു
സീറോ. യു എക്സ് ഡയറക്ഷനിൽ മാത്രമേ വെലോസിറ്റി ഉള്ളൂ, ഫ്ലോ നടക്കുന്നുള്ളൂ. സോ വിയുടെ വാല്യൂ ഡബ്ല്യുവിൻ്റെ വാല്യൂ അതുപോലെ തന്നെ സീറോ ആയിരിക്കും. സോ ഓൾ ടേംസ് സീറോ ആയി. ഇനി അടുത്തത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ലെയർ ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് ലെയറിലുള്ള ഒരു ചെറിയ പാർട്ടിക്കിൾ, ക്യൂബോയിഡൽ പാർട്ടിക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു ലെയറിന് എലോങ് ആയിട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡയമെൻഷനാണ്, എലോങ് ദ ഫ്ലോ ഡയറക്ഷൻ ഉള്ള ഡയമെൻഷനാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെയർ എടുത്താൽ ആ ഒരു ലെയറിൽ ഫുള്ളും യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റി തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ലെയർ എടുത്താൽ മാത്രമേ അതിനകത്ത് യു പ്ലസ് ഡി യു എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വേറൊരു വെലോസിറ്റി വരും. അതിന് താഴെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു മൈനസ് ഡി യു ആയിരിക്കും. ഇതെങ്ങനെ എഴുതി എന്നുള്ളത് നമുക്ക് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ലെയറിൽ എലോങ് ദ ഫ്ലോ ഡയറക്ഷൻ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അതിനർത്ഥം ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സീറോ ആണെന്നാണ്. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഓവറോൾ കിട്ടുന്നത് എന്താണ്? എ എക്സിൻ്റെ വാല്യൂ സീറോ ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, എ എക്സിൻ്റെ വാല്യൂ സീറോ ആയിട്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നും കൂടി ആ ഒരു ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കൊടുക്കാം. സോ ഡോ പി, ഇതിനകത്ത് ഡി എക്സ് ഡി വൈ ക്യാൻസലായി പോവും. അപ്പോൾ ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ടു ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. അതായത് ഇൻ കേസ് ഓഫ് എ ഫ്ലോ, ഇത് ബോത്ത് ആപ്ലിക്കബിൾ ഫോർ ലാമിനാർ, ഈ ഒരു റിസൾട്ട് ലാമിനാർ അതുപോലെ ടർബുലൻറ്റ് രണ്ടിൻ്റെ കേസിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ദി വേരിയേഷൻ ഓഫ് പ്രഷർ എലോങ് ദി എക്സ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദ വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് എലോങ് ദ വൈ ഡയറക്ഷൻ ഇൻ കേസ് ഓഫ് എ ഫ്ലോ ത്രൂ എ പാരലൽ പൈപ്പ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദ ഷിയർ സ്ട്രെസ് ഗ്രേഡിയൻറ്റ് എലോങ് വൈ ഈസ് ഈക്വൽ ടു പ്രഷർ ഗ്രേഡിയൻറ്റ് എലോങ് എക്സ് ഡയറക്ഷൻ ആണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഷിയർ സ്ട്രെസ് ഗ്രേഡിയൻറ്റ് എലോങ് ദ വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ദ പ്രഷർ ഗ്രേഡിയൻറ്റ് എലോങ് എക്സ് ഡയറക്ഷൻ ആണ്. ഇനി അടുത്തത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ടിൽ നിന്നാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ഡിവൈഡഡ് ബൈ ഡി വൈ ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി ഒന്നും കൂടി ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഇക്വേഷന് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴേക്കും ഇറ്റ് ഈസ് ഡോ ടോ ഡിവൈഡഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി വൈ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇതിനകത്തുനിന്ന് നമ്മൾ ഈ ഡോ ടു ഡിവൈഡഡ് ബൈ ഡോ വൈക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെലോസിറ്റിയുടെ വേരിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടേം മാത്രമായിട്ട് എടുക്കാം. ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതിനകത്ത് ഇനി യു കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ 2 ടൈംസ് ചെയ്യാം. ഓൺ ഇൻ്റഗ്രേഷൻ നമുക്ക് കിട്ടുന്നത് ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും, ദാറ്റ് ഇസ് C1. ഓക്കെ, പിന്നെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എങ്കിലല്ലേ യുവിൻ്റെ ഇക്വേഷൻ കിട്ടുള്ളൂ. സോ ഇൻ്റഗ്രേറ്റിംഗ് അഗെയിൻ വി ഗെറ്റ് ദ ഇക്വേഷൻ ലൈക്ക് യു ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ്
that is a constant actually, because we are integrating with respect to y only, into y square divided by 2 plus c1y plus c2 എന്ന് കിട്ടുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ വി ആർ ഗെറ്റിംഗ്. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 2 മ്യൂ ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് c1y പ്ലസ് c2 എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ ഫോർ ഓൾ ദ കേസസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് എഴുതുന്നു. ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട, നമ്മൾ ഡെറിവേഷൻ്റെ പകുതി വഴി ആയിട്ടേ ഉള്ളൂ. സോ u ഈക്വൽ ടു 1/2 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് c1y പ്ലസ് c2 എന്നുള്ളതാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. ഇനി പാരലൽ പ്ലേറ്റ്സുകളുടെ സ്പെഷ്യൽ കേസസിന് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെലോസിറ്റി എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഫിക്സഡ് പാരലൽ പ്ലേറ്റ്, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള പാരലൽ പ്ലേറ്റ്സ് ആണ്. ഫിക്സഡ് ആയിട്ടുള്ള പാരലൽ പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് പ്ലേറ്റുകളും അവരുടെ രണ്ട് എൻഡ്സിലായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അവർക്ക് മൂവ്മെൻ്റ് ഒന്നും ഇല്ല. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നേരത്തെ പോലെ തന്നെ നമ്മൾ ആയിട്ട് എടുത്തു. ഇവിടുന്ന് ഇങ്ങനെ ഫ്ലോ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യുവിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിനകത്ത് രണ്ട് അൺനോൺ ഉണ്ട്, c1 ഉണ്ട് c2 ഉണ്ട്. ഇത് രണ്ടും എന്താണ്? ഇറ്റ് ഈസ് അൺനോൺസ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ ഫിക്സഡ് പാരലൽ പ്ലേറ്റിൻ്റെ കേസിൽ യു കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിക്സഡ് പാരലൽ പ്ലേറ്റ്സിലുള്ള c1ഉം c2ൻ്റെയും വാല്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, വി ഹാവ് ടു അപ്ലൈ ദി boundary conditions. അപ്പോൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ 0 ആകുമ്പോൾ, വൈ നമ്മൾ ബോട്ടം പ്ലേറ്റിൽ നിന്നാണ് വൈ എടുക്കുന്നത്, വൈയുടെ വാല്യൂ 0 ആകുമ്പോൾ ഈ എൻഡിലുള്ള പ്ലേറ്റ് ബോട്ടം പ്ലേറ്റോട് ചേർന്നിരിക്കുന്ന വാട്ടർ ലെയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എഴുതി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. y ഈക്വൽ ടു 0 u ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് c2ൻ്റെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി c1 കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് ടു അപ്ലൈ ദി നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ, ദാറ്റ് ഈസ് y ഈക്വൽ ടു h. അതായത് ഇവിടുന്ന് ഈ ടോപ്പ് പ്ലേറ്റ് വരെ y ഈക്വൽ ടു h ആകുമ്പോഴും സെയിം കണ്ടീഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദി ലെയർ ദാറ്റ് ഈസ് ഇൻ ടച്ച് വിത്ത് ദി ടോപ്പ് പ്ലേറ്റ് ഈസ് ഓൾവേസ് 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം 0 ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴേക്കും 0 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 മ്യൂ ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ H സ്ക്വയർ പ്ലസ് c1 ഇൻറ്റു h എന്ന് കിട്ടും. ഓക്കെ, ഇതിനകത്ത് എല്ലാം ഓരോ h വീതം ക്യാൻസലായി പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ദി ഇക്വേഷൻ ഓഫ് c1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 മ്യൂ, മൈനസ് ഉണ്ട്, ഇത് ഈ ഒരു ടേം അപ്പുറത്ത് പോകും. ദാറ്റ് ഈസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മ്യൂ 1 ഡിവൈഡഡ് ബൈ 2 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ H ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി C1 മൈനസ് 1/2 മ്യൂ ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു H ആണ്. അപ്പോൾ C1 കിട്ടിയിട്ടുണ്ട്, C2 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ അങ്ങ് നമുക്ക് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് C1, C2 ഇൻ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ യു ഗെറ്റ് സ്മോൾ u ഈക്വൽ ടു, we get it like this, u equal to, u is the velocity of the particle that is traveling between two parallel plates, that is equal to 1 divided by 2 mu into dou p divided by dou x into y square minus 1 by 2 mu c1 in the value into dou p
P divided by dou X into capital H into Y. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ടേം എന്ന് പറയുന്നത് നമുക്ക് -1 ഡിവൈഡഡ് ബൈ 2mu ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ബാക്കി വരുന്നത് മൈനസ് കോമൺ ആയിട്ട് എടുത്തു. സോ എച്ച് വൈ മൈനസ് വൈ സ്ക്വയറിനാണ് വരുന്നത്. മൈനസ് കോമൺ ആയിട്ട് എടുത്തതുകൊണ്ട് എച്ച് വൈ മൈനസ് വൈ സ്ക്വയർ ആണ് വരുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ കേസ് ഓഫ് ഫ്ലോ ത്രൂ ലാമിനാർ ഫ്ലോ ത്രൂ പാരലൽ പ്ലേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് യു ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു y square. So this is an equation of a parabola. Okay, ഇതൊരു പാരബോളയുടെ ഇക്വേഷൻ ആണ്. So the question here is the velocity distribution in case of laminar flow between two parallel plates is always a parabolic ഡിസ്ട്രിബ്യൂഷൻ. സോ ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ പാരബോളിക് ആയിട്ടുള്ള ഇങ്ങനൊരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സെൻറ്ററിലായിരിക്കും യു വിൽ ഗെറ്റ് ദ മാക്സിമം യു മാക്സ് കിട്ടുന്നത്, മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. Okay, this result is very important. This is in the case of laminar flow between two parallel plates ആണ്. ഇനി പ്ലേറ്റ്സിൻ്റെ കേസിൽ മറ്റൊരു ടൈപ്പ് ഫ്ലോ ആണ് കൗട്ടി ഫ്ലോ എന്ന് പറയും. ഓക്കെ, കൗട്ടി ഫ്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെയാണ്, പക്ഷേ ഒരു പ്ലേറ്റ് ഫിക്സഡ് ആയിരിക്കും, രണ്ടാമത്തെ പ്ലേറ്റ് എന്ന് പറയുന്നത് അത് മൂവിങ് ആയിരിക്കും. നേരത്തെ കേസിൽ രണ്ട് പ്ലേറ്റ്സും ഫിക്സഡ് ആയിരുന്നു. ഇവിടുത്തെ കേസിൽ ഒരു പ്ലേറ്റ് ഫിക്സഡ്, രണ്ടാമത്തെ പ്ലേറ്റ് എന്ന് പറയുന്നത് മൂവിങ് ആണ്. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വൈ ഡിസ്റ്റൻസിലുള്ള ഒരു ചെറിയ എലമെൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ലാമിനാർ ഫ്ലോ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിൻ്റെ കേസിൽ യുവിന് ഡെറിവേഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു -1/2 mu ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1. സോ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് C1y പ്ലസ് C2 ആണ്. ഓക്കെ, C1y പ്ലസ് C2 ആണ്. ദിസ് വാസ് ദി ഇക്വേഷൻ നമ്പർ 1. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നേരത്തെ പോലെ തന്നെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, വി ആർ ഗോയിങ് ടു അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അറ്റ് y ഈക്വൽ ടു 0 നമുക്കറിയാം യു ഈക്വൽ ടു 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും C2വിൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ടോപ്പ് എൻഡിലാണ്, അതായത് ഈ പ്ലേറ്റിൻ്റെ എൻഡിൽ വരുമ്പോഴേക്കുമാണ്. സോ അറ്റ് y ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് യു എന്ന് പറയുന്നത് എന്താവും? ക്യാപിറ്റൽ എച്ച് ആകുമ്പോഴാണ് ആ ലെയർ എന്ന് പറയുന്നത് അത് ഈ ഒരു ലെയറാണ്, അതായത് പ്ലേറ്റുമായിട്ട് വളരെ ടച്ചിലിരിക്കുന്ന ലെയറിൻ്റെ കാര്യമാണ്, ലെയറിലുള്ള പാർട്ടിക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ദാറ്റ് വിൽ ഹാവ് എ വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ദി വെലോസിറ്റി ഓഫ് ദി പ്ലേറ്റ്. സോ യു ഈക്വൽ ടു വി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് C2വിൻ്റെ വാല്യൂ ഓൾറെഡി 0 ആയിട്ട് പോയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് C1 നമുക്ക് കണ്ടുപിടിക്കും. യു എന്ന് പറയുന്നത് ഇവിടെ എന്തായി മാറി? യു എന്ന് പറയുന്നത് ഇവിടെ വി ആയിട്ട് മാറി. വി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 mu. ഓക്കെ, വി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ v equal to 1 divided by 2 mu into dou p divided by dou x into capital H square plus C1 into H എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മൈനസ് ഇല്ല, നേരത്തെ ഓർമ്മയ്ക്ക് അങ്ങ് എഴുതി പോയതാണ്, അവിടെ മൈനസ് ഇല്ല. So v equal to 1/2 mu dou p divided by dou x into h square plus C1 into capital H എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് C1നെ എഴുതാം. C1 is equal to v by h. എല്ലാത്തിനും h വെച്ച് ഡിവൈഡ് ചെയ്തു. മൈനസ് ഇതിങ്ങ് ഈ ടേമിങ് ഇപ്പുറം പോകും. -1 ഡിവൈഡഡ് ബൈ 2 mu ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എച്ച് സ്ക്വയർ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ C1. അപ്പോൾ നമുക്ക് C2 കിട്ടി, C1 കിട്ടി. ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഈ രണ്ട് വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ടിങ് C1
and C2 in equation number 1. Equation number 1 il C1 ന്റെയും C2 ന്റെയും values ഇടുമ്പോഴേക്കും u is equal to 1 divided by 2 mu into dou p divided by dou x into y square plus v divided by capital H minus 1 divided by 2 mu into dou p divided by dou x into H into y, capital H into y. Okay, so this is the equation in case of a Couette flow. Couette flowയുടെ കേസിലുള്ള വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്, അപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് പാരബോള ആയിരിക്കത്തില്ല. നമുക്കതിനെ ഇങ്ങനൊരു ഫിഗറായിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതായത് ടോപ്പിലൊരു പോർഷനിൽ വരുമ്പോഴായിരിക്കും യു മാക്സിമം നമുക്ക് കിട്ടുന്നത്. ഇതിന് ഈ ഇക്വേഷന് വേണമെങ്കിൽ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഇസ് യു ഈക്വൽ ടു -1 നേരത്തെ പോലെ -1/2 mu കോമൺ ആയിട്ട് എഴുതിയിട്ട് ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. അതേ മൾട്ടിപ്ലൈഡ് ബൈ എച്ച് വൈ മൈനസ് വൈ സ്ക്വയർ പ്ലസ് വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എച്ച് ഇൻറ്റു വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ യു ഈസ് ഈക്വൽ ടു -1/2 mu ഇൻറ്റു ഡോ പി ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എച്ച് വൈ മൈനസ് വൈ പ്ലസ് വി ബൈ എച്ച് ഇൻറ്റു വൈ എന്ന് നമുക്ക് എഴുതാം. സോ ഈ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൗട്ടി ഫ്ലോയുടെ കേസിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി കൗട്ടി ഫ്ലോയുടെ തന്നെ മറ്റൊരു ടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈപ്പാണ് സിമ്പിൾ അല്ലെങ്കിൽ പ്ലെയിൻ കൗട്ടി ഫ്ലോ എന്ന് പറയുന്നത്. സിമ്പിൾ ഓർ പ്ലെയിൻ കൗട്ടി ഫ്ലോ കൊണ്ട് ഉദ്ദേശിച്ചാൽ അതിനകത്ത് വരുന്നത് നമ്മൾ കണ്ടത് ഒരു പാരബോളിക് പോലെയുള്ള ഒരു വേരിയേഷനാണ് ഇപ്പോഴത്തെ വെലോസിറ്റി നമ്മൾ കണ്ടത്. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല, ലീനിയർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് കൗട്ടി ഫ്ലോ ഒന്നും കൂടി തന്നെ വരയ്ക്കാം. ഒരു പ്ലേറ്റ് ഫിക്സഡ് ആണ്, ഒരു പ്ലേറ്റ് ഈസ് മൂവിങ് വിത്ത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഡോ പി ബൈ ഡോ എക്സ് സിമ്പിൾ എന്ന് പറയാൻ കാരണം ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി pressure, there is no variation in the pressure along the x direction. So u equal to negative of 1 divided by 2 mu into dou p by dou x. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ ഫോർ ദ കൗട്ടി ഫ്ലോ. ഇൻറ്റു എച്ച് വൈ മൈനസ് വൈ സ്ക്വയർ പ്ലസ് വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എച്ച് ഇൻറ്റു വൈ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോ പി ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സിമ്പിൾ കൗട്ടി ഫ്ലോയുടെ കേസിൽ ഡോ പി ബൈ ഡോ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? യു ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് എ കേസ് ഓഫ് സിമ്പിൾ ഓർ പ്ലെയിൻ കൗട്ടി ഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം യു ഈസ് വേരിയിങ് ലീനിയർലി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേരിയേഷൻ ഓഫ് ദി വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ദി വേരിയേഷൻ ഓഫ് ദി വെലോസിറ്റി ഇൻ കേസ് ഓഫ് എ സിമ്പിൾ കൗട്ടി ഫ്ലോ. അപ്പോൾ ഈ ഗ്രാഫും ഈ ഒരു ഇക്വേഷനും ഒന്ന് ഓർത്തിരിക്കുക. സിമ്പിൾ കൗട്ടി ഫ്ലോയുടെ കേസിലുള്ള ഇക്വേഷനും ഗ്രാഫും ഓർത്തിരിക്കുക ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഇനി അടുത്തത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ കേസ് ഓഫ് എ സിമ്പിൾ കൗട്ടി ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ കൗട്ടി ഫ്ലോയുടെ കേസിൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആണെന്നുള്ളത് നമുക്കറിയാമല്ലോ. സാധാരണ ഏത് കേസിലാണെങ്കിലും കൗട്ടി ഫ്ലോയുടെ കേസിലല്ല ഏത് കേസിലാണെങ്കിലും അങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മ്യൂ ഇൻറ്റു ഡി ബൈ ഡി വൈ ഓഫ് യു എന്ന് പറയുന്നത് വി ബൈ എച്ച് ഇൻറ്റു വൈ ആണ്. വി ബൈ എച്ച് ഇൻറ്റു വൈ ആണ്. സോ വി ആർ ടേക്കിംഗ് ദ ഡെറിവേറ്റീവ്. നമുക്ക് കിട്ടുന്നത് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എച്ച് എന്നായിരിക്കും. ദിസ് ഈസ് ദ ഇക്വേഷൻ. Tau is equal to mu into v divided by h എന്നാണ്. So this is the equation for the shear distribution in the
സിമ്പിൾ കൗട്ടി ഫ്ലോ. ഇനിയും പിന്നെ നമുക്ക് ഫിക്സഡ് പ്ലേറ്റ്സിലേക്ക് തിരിച്ചു വരാം. ഫിക്സഡ് പ്ലേറ്റ്സിൻ്റെ കാര്യം ഫുള്ള് പറഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫിക്സഡ് പ്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ പാരബോളിക് വേരിയേഷൻ ആണ്. സെൻട്രലിലായിരിക്കും വി ഗെറ്റ് ദ മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് യു മാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ യു മാക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത എയിം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്. നമ്മൾക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. യു ഈസ് ഈക്വൽ ടു -1/2 mu ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എച്ച് വൈ മൈനസ് വൈ സ്ക്വയർ ആണ് ഇക്വേഷൻ ഓഫ് ദി വെലോസിറ്റി ഇൻ ബിറ്റ്വീൻ ടു ഫിക്സഡ് പാരലൽ പ്ലേറ്റ്. അപ്പോൾ നമുക്കറിയാം അറ്റ് y ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ h/2 ആവുന്ന സമയത്തായിരിക്കും യു ഈക്വൽ ടു എന്താവുന്നത്? യു മാക്സ് നമുക്ക് കിട്ടുന്നത്. y നമ്മൾ ബോട്ടം പ്ലേറ്റിൽ നിന്നുമാണ് മെഷർ ചെയ്യുന്നത്. സോ ഈ y എന്ന് പറയുന്നത് ഈക്വൽ ടു h/2 ആവുമ്പോഴാണ് നമുക്ക് യു ഈക്വൽ ടു യു മാക്സിമം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ യു മാക്സിമം നമുക്ക് ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. -1/2 mu ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു h/2 മൈനസ് h/2 ദി ഹോൾ സ്ക്വയർ ആണ്. സോ ഇത് ചെയ്യുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നത് h²/2 മൈനസ് h² ഡിവൈഡഡ് ബൈ 4 ആണ്. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ ആസ് യു മാക്സ് ഈക്വൽ ടു -1/2 mu ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു h² ഡിവൈഡഡ് ബൈ 4 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/8 mu ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു h². ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ മാക്സിമം വെലോസിറ്റി ഇൻ കേസ് ഓഫ് എ ഫ്ലോ that is occurring between two fixed parallel plate. രണ്ട് ഫിക്സഡ് പാരലൽ പ്ലേറ്റ് ഉണ്ട്. പാരബോളിക് വേരിയേഷൻ ആണ് അതിൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ആയിട്ടുള്ള യു മാക്സ് നമുക്ക് കിട്ടുന്നത്. സോ ഈ യു മാക്സിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. -1/8 mu ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു h². അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. അതുപോലെ സെൻറ്ററിലാണ് മാക്സിമം വെലോസിറ്റി വരുന്നത് എന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക ഇൻ കേസ് ഓഫ് ഫിക്സഡ് പ്ലേറ്റ്. ഓക്കെ, ഇനി അടുത്തത് മീൻ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേരിയേഷൻ ഒന്ന് വരയ്ക്കുകയാണ്. അഗെയിൻ പാരബോളിക് ആയിട്ടുള്ള ഒരു വേരിയേഷനാണ്. ഇഫ് യു ആർ അസ്യൂമിങ് ഇവിടെ എല്ലായിടത്തും ഒരു പർട്ടിക്കുലർ ഒരു വെലോസിറ്റി, ഇവിടെ നമുക്ക് യു മാക്സ് ഉണ്ട്. യു മാക്സ് ഈസ് അറ്റ് ദ സെൻറ്ററിലുള്ള വെലോസിറ്റിയാണ് യു മാക്സ്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഫുൾ സെക്ഷനിൽ വന്നിട്ട് ഒരേ ഒരു വെലോസിറ്റി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ആ വെലോസിറ്റിയെ നമ്മൾ യു ബാർ എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു വെലോസിറ്റി ഡയഗ്രാം വരച്ചു. അതിൻ്റെ ഫുൾ വെലോസിറ്റി ഓവർ ദ സെക്ഷൻ എന്ന് പറഞ്ഞ് യു ബാർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ യു ബാർ എന്ന് പറയുന്ന ഈ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് ഷുഡ് ക്രിയേറ്റ് ദ സെയിം മാസ് ഫ്ലോ റേറ്റ് ആസ് ഇൻ ദിസ് കേസ്. പാരബോളിക് വേരിയേഷൻ ഉള്ള സമയത്ത് വരുന്ന സെയിം മാസ് ഫ്ലോ റേറ്റ് എന്താണ്? എം ഡോട്ട്. അതേ മാസ് ഫ്ലോ റേറ്റ് ആയിരിക്കണം ഈ ഒരു വെലോസിറ്റിയിൽ പോകുമ്പോൾ ഉണ്ടാക്കേണ്ടത്. അതാണ് യു ബാർ അല്ലെങ്കിൽ മീൻ വെലോസിറ്റി എന്ന് പറയുന്നത്. മീൻ വെലോസിറ്റി ഈസ് ദാറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി സോ ദാറ്റ് ദ മാസ് ഫ്ലോ റേറ്റ് റിമൈൻസ് സെയിം ആസ് ഇൻ ദ ഒറിജിനൽ കേസ് ഓഫ് ദ പാരബോളിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ യു മാക്സ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ടേംസിൽ വരുന്ന എങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ ടേംസിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പാരബോളിക് വേരിയേഷൻ വരുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ മാസ് ഫ്ലോ റേറ്റ്, അതായത് എം ഡോട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം തൊട്ട് ടോപ്പ് വരെ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ്. പക്ഷേ യു ബാറിൻ്റെ കേസ് വരുമ്പോഴേക്കും സിംപ്ലി വി ഹാവ് ടു just do the multiplication because
എം ഡോട്ട് എന്ന് എടുത്താൽ മതി. ബിക്കോസ് ത്രൂ ഔട്ട് ദ സെക്ഷൻ എന്താണ് സെയിം തന്നെയാണ് വെലോസിറ്റി വന്നിരിക്കുന്നത്. സോ അതിന് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തിട്ടാണ് വി ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ യു ആവറേജ്. ഓക്കെ, യു ആവറേജ് അല്ലെങ്കിൽ മീൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ മീൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് യു ബാർ ഇസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 12 മ്യൂ ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എച്ച് സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ കാണാൻ പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ദിസ് ഈസ് ദ മീൻ വെലോസിറ്റി ഇൻ കേസ് ഓഫ് എ ഫിക്സഡ് പാരലൽ പ്ലേറ്റ്, ലാമിനാർ ഫ്ലോ ത്രൂ എ ഫിക്സഡ് പാരലൽ പ്ലേറ്റ്. അപ്പോൾ യു മാക്സ് എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? അതൊന്ന് ഓർക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ബൈ 8 മ്യൂ ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എച്ച് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഒരു റേഷ്യോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു മാക്സ് ഡിവൈഡഡ് ബൈ യു ബാർ നമ്മളൊരു റേഷ്യോ എടുക്കുമ്പോൾ വി ഗെറ്റ് ഇറ്റ് ആസ് 3 ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ദാറ്റ് ഈസ് യു മാക്സ് ഈക്വൽ ടു 1.5 times that of the U average. U max is equal to 1.5 times that of the U average ആണ്. ഓക്കെ, അപ്പോൾ മീൻ വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ത്രൂ ദ സെക്ഷനിൽ ഏതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകുമ്പോഴാണ് ഒറിജിനലി ഉണ്ടാവുന്ന ശരിക്കും ഉണ്ടാവുന്ന, അതായത് പാരബോളിക് വേരിയേഷൻ ഓഫ് വെലോസിറ്റിയുടെ സമയത്ത് ഉണ്ടാവുന്ന സെയിം മാസ് ഫ്ലോ റേറ്റ് കിട്ടാൻ പറ്റുന്നത്. അതാണ് മീൻ വെലോസിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ യു മാക്സ് ഇസ് ഈക്വൽ ടു 1.5 ടൈംസ് ദാറ്റ് ഓഫ് ദ യു ആവറേജ്. അപ്പോൾ നമ്മൾ എയിമിൽ കണ്ട ഓരോ റിസൾട്ടുകളും നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഹെഡ് ലോസിൻ്റെ കേസിൽ വരുന്ന ഫിക്സഡ് പാരലൽ പ്ലേറ്റ്സിൻ്റെ കേസിൽ വരുന്ന ഹെഡ് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത എയിം എന്ന് പറയുന്നത്. സോ എഗെയിൻ നമ്മുടെ ഫിക്സഡ് പാരലൽ പ്ലേറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച്, ഫ്ലോ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഫ്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ദെൻ ഇഫ് യു ആർ കൺസിഡറിങ് ദിസ് ഈസ് എ സെൻട്രൽ ലൈൻ, ഇത് അതിൻ്റെ സെൻട്രൽ ലൈൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ സെൻട്രൽ ലൈനിന് എലോങ് ആയിട്ട് നമ്മൾ രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് നമ്പർ 1 ആൻഡ് പോയിന്റ് നമ്പർ 2. ജസ്റ്റ് അസ്യൂം ഇവർ രണ്ടുപേരും അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എല്ലിലാണ് ഇവർ രണ്ടുപേരും ഉള്ളതെന്നൊന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ യുവിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ യു ബാറിൻ്റെ ഇക്വേഷൻ ഹെഡ് ലോസ് നമ്മളെപ്പോഴും കണ്ടുപിടിക്കുന്നത് യു ബാറിൻ്റെ ടേംസിലാണ്. ഓക്കെ, ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദാറ്റ് ഇസ് ഹെഡ് ലോസ് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് യു ബാറിൻ്റെ പോയിൻ്റാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പ്രാക്ടിക്കലി അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു ലെയർ ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വെലോസിറ്റി ആയിരിക്കും. ഈ ഒരു ലെയർ ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വേറൊരു വെലോസിറ്റി ആയിരിക്കും. ഇവിടെ ഒരു ലെയർ എടുത്തു കഴിഞ്ഞാൽ അവിടെയും വേറൊരു വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ വെലോസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഒബ്വിയസ്ലി ഹെഡ് ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ലെയറിലും എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഹെഡ് ലോസ് കണ്ടുപിടിക്കേണ്ട ഒരു കേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഹെഡ് ലോസ് എടുക്കുമ്പോൾ വി ആർ ടേക്കിംഗ് ഇൻ ടേംസ് ഓഫ് യു ബാർ ഉള്ളി. അപ്പോൾ യു ബാർ നമ്മൾ കണ്ടുപിടിക്കാനുള്ള മെയിൻ എയിം എന്ന് പറയുന്നത് ഈ ഒരു യൂസിന് വേണ്ടിയിട്ടാണ്. സോ -1 ഡിവൈഡഡ് ബൈ 12 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എച്ച് സ്ക്വയർ. ഓക്കെ, -1 ബൈ 2 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എച്ച് സ്ക്വയർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. യു ഇത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് ഡോ പി മാത്രം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, ബാക്കി എല്ലാ ടേംസും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 12 മ്യൂ ഇൻറ്റു യു ബാർ ഇൻറ്റു ഡോ എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എച്ച് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഡോ പിയുടെ ടേം മാത്രം ഒരു സൈഡിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് പ്രഷറിൻ്റെ വേരിയേഷൻ ഫ്രം വെൻ ദ ഫ്ലോ ഈസ് ഫ്രം 1 to 2, 1ൽ നിന്ന് 2ലേക്ക് ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിൻ്റെ വേരിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് ഇൻ്റഗ്രൽ 1 to 2. ആക്ച്വലി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഡോപ്പിയുടെ കൂടെ ഈ ഒരു മൈനസ് ഉണ്ടല്ലോ, ആ ഒരു മൈനസ് അവിടെയുണ്ട്. സോ മൈനസ് ഇൻ്റഗ്രൽ 1 to 2 ഡോ പി ഇസ് ഈക്വൽ ടു 12 മ്യൂ യു ബാർ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 തൊട്ട് എൽ വരെ, 1 തൊട്ട് 2 വരെയാണ്, അതായത് 0 തൊട്ട് എൽ വരെ ഓഫ് ഡോ എക്സ്. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 1 to 2 ഡോ പി ആണ്. അതായത് നമുക്ക് ആക്ച്വലി വരേണ്ടത് P2 മൈനസ് P1 ആണ് വരേണ്ടത്. പക്ഷേ മൈനസ് ഉള്ളത് കൊണ്ട് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് P1 മൈനസ് P2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു 12 mu u ബാർ ഡിവൈഡഡ് ബൈ h സ്ക്വയർ ഇൻറ്റു L എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, this is the variation of pressure when a fluid is moving from one point to another point. Okay. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രഷറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ പ്രഷറിൻ്റെ ലോസ് എന്ന് പറയുന്നത് ഹെഡിൻ്റെ ടേംസിലാണ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. സോ ഹെഡിൻ്റെ ടേംസിലേക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യുമ്പോഴേക്കും ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്തിട്ട് അത് എഴുതാം. ഹെഡിൻ്റെ ടേംസിലേക്ക് നമുക്കിതിനെ ഡിറൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് P1 മൈനസ് P2വിനെ നമ്മൾ റോ ജി വെച്ചൊന്ന് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 mu u ബാർ L ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു ക്യാപിറ്റൽ H സ്ക്വയർ ആണ്. 12 mu u ബാർ L ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു H സ്ക്വയർ ആണ്. So this is the head loss when a fluid is moving from point 1 to point 2 വരെ മൂവ് ചെയ്യുമ്പോൾ. That is 12 mu u bar L divided by rho g into H square. So ഈ ഒരു കാര്യം വളരെ നല്ലതായിട്ട് ഓർത്തിരിക്കുക, ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഡിസ്ചാർജിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. ഡിസ്ചാർജിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ വെലോസിറ്റി ഇവിടെ നമ്മൾ മീൻ വെലോസിറ്റി ആണ് എഴുതിയത്. U ബാർ ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ഏരിയ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. ഡയറക്ഷൻ ഓഫ് ഫ്ലോയിൽ എന്താണ് ഏരിയ വരുന്നതെന്നുള്ളതാണ്. ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോയിൽ വന്നിട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ യൂണിറ്റ് വിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ പ്ലെയിനിന് നിന്നും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് വിഡ്ത്തിന് അലോങ് ആയിട്ടാണ് ഫ്ലോ നടക്കുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും യൂണിറ്റ് വിഡ്ത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറൈവ് ചെയ്തത്. സോ h ഇൻറ്റു 1 എന്ന് വരും. സോ u ബാർ ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ h ഇൻറ്റു 1 എന്നായിരിക്കും വരുന്നത്. സോ ഇതിനകത്ത് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഹെഡ് ലോസ് HL ഇസ് ഈക്വൽ ടു 12 mu ഇൻറ്റു u ബാർ L ഇൻറ്റു Q, സോറി u ബാർ പിന്നെ ഇല്ലല്ലോ, ഇൻറ്റു Q ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു H ക്യൂബ് വരും. സോ u ബാർ ഇസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ H ആണ്. സോ H ക്യൂബ് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു റിസൾട്ട് എന്ന് പറയുന്നത് H ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ H ക്യൂബ് ആണ്. സോ ദ ഹെഡ് ലോസ് ഇൻ ബിറ്റ്വീൻ ടു ഫിക്സഡ് പാരലൽ പ്ലേറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി 1 ഡിവൈഡഡ് ബൈ H the whole cube ആണ്, where H is the distance between the fixed parallel plate. Okay, so we are done with that result. ഇനി അടുത്തത് ഷിയർ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. എപ്പോൾ ഷിയർ സ്ട്രെസ് വന്നാലും നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് mu is equal to ടോ is equal to mu into du ഡിവൈഡഡ് ബൈ dy ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് എന്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്, യുവിൻ്റെ ഇക്വേഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു mu ഇൻറ്റു d ഡിവൈഡഡ് ബൈ dy. യുവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -1/2 mu ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ HY മൈനസ് y സ്ക്വയർ ആണ്. ഇതായിരുന്നു ഇക്വേഷൻ. സോ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. mu ഇൻറ്റു -1/2 mu ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് നമുക്ക് കോമൺ ആയിട്ട് തന്നെ എഴുതാം ഇൻറ്റു H മൈനസ് 2y എന്നാണ് നമുക്ക് ഷിയർ സ്ട്രെസ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, മ്യൂ ക്യാൻസലായി പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഇസ് ഈക്വൽ ടു -1/2 mu into dou P divided by dou X into H minus 2y ആണ്. So this is the equation for the shear stress in case of a laminar flow in the fixed parallel
പ്ലേറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്ന ടോ വേരീസ് വിത്ത് റെസ്പെക്ട് ടു y മാത്രമാണ്. അതായത് ദിസ് ഈസ് എ ലീനിയർ വേരിയേഷൻ. വൈയുടെ ടേംസിൽ മാത്രമാണ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ലീനിയർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇനി ബൗണ്ടറിയിൽ എത്ര വരും, സെൻറ്ററിൽ എത്ര വരും എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ബൗണ്ടറിയിൽ എത്ര വരും അതെല്ലാം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് what we are going to do is just imagine y equal to 0. അതായത് ബോട്ടം പ്ലേറ്റിന് അടുത്താണ്, ചേർന്നാണെന്ന് വിചാരിക്കുക. അതായത് y equal to 0 വരും. y equal to 0 വരുമ്പോഴേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും we get the answer it as tau equal to -1/2 dou p by dou x into h എന്ന് കിട്ടും. ദിസ് ഈസ് ദി മാക്സിമം ഷിയർ സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി പോസിബിൾ. മാക്സിമം ഷിയർ സ്ട്രെസ് പോസിബിൾ ആവുന്നത് എപ്പോഴാണ്? വൈയുടെ വാല്യൂ 0 ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് അറ്റ് ദ ബൗണ്ടറി. സോ ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് അറ്റ് ദ ബൗണ്ടറി. ഇനി സെൻറ്ററിൽ നോക്കാം. സെൻറ്ററിലെന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ H ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് ടോയുടെ ആൻസർ എന്താ കിട്ടുക? ഇതിനെ h/2, വൈയെ h/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ h വരും. h - h വരുമ്പോഴേക്കും ഇറ്റ് ഇസ് 0. സോ ടോ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് എ ഷിയർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ കേസ് ഓഫ് എ ഫിക്സഡ് plate. The maximum shear stress will be at the boundary and the minimum shear stress, that is the 0 shear stress, will be at the center of the two fixed parallel plates. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കൂടിയും you need to understand this. Shear stress is maximum at the boundary and the minimum at the center, that is 0. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പഠിച്ച ഫിക്സഡ് പ്ലേറ്റ്സിൻ്റെ റിസൾട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചൊന്ന് എഴുതുകയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? u ഈക്വൽ ടു -1/2 mu into dou p divided by dou x into capital Hy minus of y square ആണ്. സോ u maximum equal to 1.5 times that of the u bar ആണ്. ഓക്കെ, u max is equal to 1.5 times that of the u bar ആണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇതെന്ന് പറയുന്നത് ഒരു പാരബോളിക് വേരിയേഷൻ ആണ്. ഗ്രാഫ് ഓർത്തിരിക്കുക. പിന്നെ ഹെഡ് ലൂസ് എന്ന് പറയുന്നത് P1 - P2 ഡിവൈഡഡ് ബൈ റോ ജി ഈക്വൽ ടു 12 mu u bar ഡിവൈഡഡ് ബൈ ഈ റോ ജി ഇൻറ്റു എച്ച് സ്ക്വയർ ആണ്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് ഇരിക്കുക ഇൻ കേസ്. പിന്നെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മളിപ്പോൾ കണ്ടതാണല്ലോ, അത് ലീനിയർ ആണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഫിക്സഡ് പാരലൽ പ്ലേറ്റ്സിൽ ഒരു ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാൻ ഉള്ള കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി പൈപ്പിൻ്റെ കേസിലേക്ക് വരാം. പൈപ്പിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഡെറിവേഷൻസ് അധികം നോക്കുന്നില്ല. പക്ഷേ ഏകദേശം ഒരു സെയിം കൈൻഡ് ഓഫ് ഡെറിവേഷൻസ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡെറിവേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാതെ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളിപ്പോൾ കണ്ട ഡെറിവേഷൻസും റിസൾട്ടും ഉണ്ടല്ലോ, ആ റിസൾട്ടുകളും കമ്പയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പാരലൽ പ്ലേറ്റ് നമ്മൾ കണ്ടു. ഇനി പൈപ്പിൻ്റെ കാര്യമാണ്. പൈപ്പിൻ്റെ കാര്യം വരുമ്പോഴേക്കും ദിസ് ഈസ് എ പാരലൽ എന്ന് എപ്പോഴും അതിൽ വേണം. സോ ദിസ് ഈസ് എ പൈപ്പിനകത്ത് ഇതതിൻ്റെ സെൻറ്റർ ലൈനാണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ക്യാപിറ്റൽ R ഇസ് എ റേഡിയസ് ഓഫ് ദി പൈപ്പ്. അപ്പോൾ ഈ ഒരു പൈപ്പിൽ നമ്മളൊരു ചെറിയൊരു സോളിഡ് സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സെൻറ്ററിൽ നിന്നിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്തത്. സെൻറ്റർ ലൈനിൽ നിന്നും ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്മോൾ r ആണെന്ന് വിചാരിക്കുക. സെൻറ്ററിൽ നിന്നും ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്മോൾ r ആണെന്നുള്ളത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൂയിഡ് എലമെൻറ്റിനെ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് നമ്മൾ വരച്ചു. പ്രഷറൊക്കെ നേരത്തെ പോലെ തന്നെയാണ്. ഷിയർ സ്ട്രെസ് ഉണ്ട്, പ്രഷറുണ്ട്. സോ ഇതെല്ലാം തന്നെ
അനലൈസ് ചെയ്യണം. അതിനുശേഷം മൊമെൻറ്റം ഇക്വേഷൻ എഴുതുക. മൊമെൻറ്റം ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് നേരത്തെ സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് മൊമെൻറ്റം ഇക്വേഷൻസ് എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ നമുക്ക് കിട്ടും വിത്ത് റെസ്പെക്ട് ടു ദി പ്രഷറിൻ്റെ വേരിയേഷൻ. അപ്പോൾ ആ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു റിസൾട്ട് മാത്രമേ എഴുതുന്നുള്ളൂ മൈനസ് ആർ ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ സെൻറ്റർ ലൈൻ ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സെൻട്രൽ ലൈനിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ഈ സ്മോൾ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൈനസ് ആർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആണ്. ദിസ് ഈസ് ദി വേരിയേഷൻ ഓഫ് ദ ഷിയർ സ്ട്രെസ് ഇൻ ടേംസ് ഓഫ് വേരിയേഷൻ ഇൻ ദി pressure. Okay, this is the equation for the shear stress. Shear stress in the distribution ആണ് in case of a laminar flow through pipe. അപ്പോൾ ഇതൊന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കിയാൽ if you put r equal to 0, ആറിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സെൻറ്റർ ലൈൻ. സോ സെൻറ്റർ ലൈൻ r 0 ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആറിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. അതായത് ഏറ്റവും മാക്സിമം ആവാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദി ഷിയർ സ്ട്രെസ്. സോ ടോ ഈസ് ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് നമുക്ക് കിട്ടും. ദിസ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് ദ ഷിയർ സ്ട്രെസ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിൽ 0 ആണ്. ഈ എൻഡിലും അതുപോലെ തന്നെ ഈ എൻഡിലാണ് മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് വരുന്നത്. സോ ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദി ഷിയർ സ്ട്രെസ് distribution. This is the graph of the shear stress distribution in pipe. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഫിക്സഡ് പാരലൽ പ്ലേറ്റ്സിൻ്റെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്, ഗ്രാഫ് വന്നിരിക്കുന്നത്. പക്ഷേ ഇക്വേഷൻ ഈസ് വെരി ഡിഫറെൻറ്റ്. ഇക്വേഷൻസ് ഒന്ന് നോക്കുക, ഇക്വേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. മൊമെൻറ്റം ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ്ലി ഷിയർ സ്ട്രെസ്സിനുള്ള ഇക്വേഷൻസ് എടുത്തിരിക്കുന്നത്. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. സോ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരുമ്പോഴേക്കും ഇറ്റ് ഈസ് എ ലീനിയർ. അപ്പോൾ എന്ത് വേരിയേഷൻ ആണെന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീനിയർ ആയിട്ടുള്ള വേരിയേഷൻ ആണ്. ബിക്കോസ് ടോ എന്ന് പറയുന്നത് മൈനസ് ആർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആണ്. അതായത് ഇറ്റ് ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ആർ ഓൺലി. അതുകൊണ്ട് ഈ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ വേരിയേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഷിയർ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ ഈസ് ലീനിയർ ഇൻ കേസ് ഓഫ് എ പൈപ്പ് ഫ്ലോ. ഓക്കെ, ഇനി വെലോസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം. വെലോസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ പറയണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു സീ ദി വെലോസിറ്റി ഇക്വേഷൻ. വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം. ഡെറിവേഷൻ ഞാൻ എഴുതുന്നില്ല, കാരണം മറ്റേതുമായിട്ട് കുറച്ചൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് സിമിലർ ആണ്. ഇക്വേഷനും കുറച്ച് സിമിലർ ആണ്. അതുകൊണ്ട് ഡെറിവേഷനിലേക്ക് പോയി ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ യു ഈക്വൽ ടു 1 divided by 4 mu into dou p divided by dou x into capital R square minus small r square ആണ്. അതായത് u is varying with respect to r square. So this is a parabolic variation. സോ ഇതെന്ന് പറയുന്നത് ഒരു പാരബോളിക് ആയിട്ടുള്ള വേരിയേഷൻ ആയിരിക്കും. സോ ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ പൈപ്പ് ഫ്ലോ ഈസ് എ പാരബോളിക് വേരിയേഷൻ വിത്ത് ദ മാക്സിമം വെലോസിറ്റി യു മാക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി പൈപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി യു മാക്സ് കണ്ടുപിടിക്കണമല്ലോ. യു മാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് യുവിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് 1 divided by 4 mu into dou p divided by dou x into capital R square minus small r square ആണ്. സോ അറ്റ് r equal to 0. ഓക്കെ, ആറിൻ്റെ വാല്യൂ 0 ആവുമ്പോഴേക്കും നമുക്കറിയാം ആറിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പൈപ്പ് എന്നാണെങ്കിൽ സെൻറ്റർ ലൈനിൽ നിന്നാണ് നമ്മൾ ആറ് മെഷർ ചെയ്യുന്നത്. ആറിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ലൈനിൽ തന്നെയാണ്. അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. ദാറ്റ് ഈസ് യു ഈക്വൽ ടു യു മാക്സ്
യു ഈക്വൽ ടു യു മാക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ആർ സ്ക്വയർ 0 ആയിട്ട് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് യു മാക്സ് is equal to 1 divided by 4 mu into dou p divided by dou x into capital R square എന്ന് നമുക്ക് കിട്ടും. സോറി ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ലാസ്റ്റ് ഓക്കെ, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. -1/4 mu into dou p divided by dou x into R square minus ആർ സ്ക്വയർ മൈനസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. നെഗറ്റീവ് ഇടാനായിട്ട് വിട്ടുപോയതാണ്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. സോ വേരിയേഷൻ എല്ലാം സെയിം തന്നെയാണ്, നെഗറ്റീവ് വിട്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഒരു നെഗറ്റീവ് വരും, യു മാക്സിൽ ഒരു നെഗറ്റീവ് വരും. സോ യു മാക്സ് ഇസ് ഈക്വൽ ടു -1/4 mu into dou p by dou x into ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ പറ്റുമെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ യു മാക്സ് സെൻറ്ററിലാണ് വരുന്നതെന്നുള്ള പോയിന്റ് മാത്രം ഓർത്തിരിക്കുക, ഇത് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ. ഇനി അടുത്തത് വെലോസിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ വെലോസിറ്റി ഉണ്ടല്ലോ, അതായത് യു ഈക്വൽ ടു -1/4 mu into dou p by ജനറൽ ഇക്വേഷൻ ആണ്. ദിസ് ഈസ് എ ജനറൽ ഇക്വേഷൻ ഫോർ ദ വെലോസിറ്റി ഇൻ കേസ് ഓഫ് എ പൈപ്പ്. ഓക്കെ, -4 dou p by dou x into ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ആണ്. അതുപോലെ യു മാക്സിൻ്റെ ഇക്വേഷന് നമുക്കറിയാം -1/4 dou p by dou x into ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആ ക്യാപിറ്റൽ ആർ സ്ക്വയറിനെ നമുക്ക് യു മാക്സിൻ്റെ ഈ സ്മോൾ യുവിനെ നമുക്ക് യു മാക്സിൻ്റെ ടേംസിൽ എഴുതണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്യാപിറ്റൽ ആർ സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ദിസ് ഈക്വൽ ടു -1/4 mu into dou p divided by dou x into capital R square into 1 minus small r square divided by capital R square എന്ന് നമ്മൾ എഴുതി. ഓക്കെ, സോ ദിസ് ഓൾ ടേം വിൽ ഗീവ് യു ദി യു മാക്സ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ യു ഈക്വൽ ടു യു മാക്സ് multiplied by 1 minus r square divided by capital R square. ഇത് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഇക്വേഷനാണ്. സോ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നിരിക്കും ഒരു പൈപ്പ് ഉണ്ട്, അതിൻ്റെ റേഡിയസ് ഒരു 5 മീറ്റർ റേഡിയസ് ഉള്ള ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പൈപ്പാണെന്ന് നമുക്ക് തന്നിരിക്കും. അതിനകത്തുള്ള മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് അതും തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്നും ഒരു 5 സെൻറ്റിമീറ്റർ വരുമ്പോഴേക്കും സെൻറ്ററിൽ നിന്നും ഒരു 5 സെൻറ്റിമീറ്റർ വരുമ്പോഴേക്കും എത്രയാണ് വെലോസിറ്റി എന്ന് കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള ഒരു പഠനത്തിൻ്റെ ആവശ്യം. കാരണം ഇപ്പോഴത്തെ എക്സാമിൻ്റെ ലെവൽ അങ്ങനെയാണ്, കോമ്പറ്റീഷൻ ലെവൽ അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. സോ യു ഈക്വൽ ടു യു മാക്സ് the variation of velocity in the pipe flow, that is u in terms of u max ആണ് തന്നിരിക്കുന്നത്. that is u equal to u max into 1 minus r square divided by capital R square ആണ്, where r is the distance of a particular fluid particle from the center of the pipe. small r എന്ന് പറയുന്നത്, capital R എന്ന് പറയുന്നത് it is a radius of the pipe. ഓക്കെ, ഇനി നമ്മൾ പ്ലേറ്റിൽ കണ്ട പോലെ തന്നെ മീൻ വെലോസിറ്റി നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ മീൻ വെലോസിറ്റിക്ക് ഞാൻ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അങ്ങ് എഴുതുകയാണ്. നേരത്തെ നമ്മൾ കണ്ട സെയിം തിയറി തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് മീൻ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മീൻ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് പാരബോളിക് വേരിയേഷൻ ആണല്ലോ. അപ്പോൾ പാരബോളിക് വേരിയേഷൻ കൊണ്ട് ഉണ്ടാവുന്ന സെയിം ഫ്ലോ റേറ്റ്, മാസ് ഫ്ലോ റേറ്റ് വരുന്ന ആ ഒരു കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ സെക്ഷൻ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കാരണം ഉണ്ടാകുന്ന മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്, കുറച്ച് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കി തോന്നുന്നു, ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതൊരു പാരബോളിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷേ നമ്മളതിനെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സീ ദ മാസ് ഫ്ലോ റേറ്റ്. ഈ ഒരു സെയിം പൈപ്പിൽ തന്നെ മാസ് ഫ്ലോ റേറ്റ് അറ്റ് ദ പാരബോളിക് ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി സെയിം ആസ് എ മാസ് ഫ്ലോ റേറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കേസിൽ വരുന്നത്. അപ്പോൾ ഈ മീൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതൊരു ഇമാജിനറി കേസാണ്. അപ്പോൾ ഈ പാരബോള ആയിരുന്നതിന് നമ്മളൊരു റെക്റ്റാങ്കിൾ ആക്കി മാറ്റുകയാണ്. സോ ഇറ്റ് ഈസ് എൻ ഇമാജിനറി കേസ്. മീൻ വെലോസിറ്റി നമുക്ക് എപ്പോഴും മീൻ വെലോസിറ്റി വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട്
എളുപ്പം, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട്, കാരണം ഓരോ പോയിന്റിലും സെക്ഷനിൽ ഓരോ പോയിന്റിലും വന്നിട്ട് വെലോസിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ യു ബാർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് എളുപ്പം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് നോക്കാം. സോ യു ബാർ is equal to -1/8 mu into dou p divided by dou x into capital R square. This is the equation for the mean velocity in case of a pipe flow. Okay. അപ്പോൾ u max നമുക്കറിയാം, that is equal to -1/4 mu into dou p divided by dou x into capital R square ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ u max is equal to 2 times of the u average. So this is an important result. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. u max is equal to 2 times that of the u average. In case of plate, u max is equal to 1.2 times that of the u average ആയിരുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇത് പാരബോളിക് വേരിയേഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെയാണ് നമുക്ക് യു മാക്സ് കിട്ടുന്നത്. ഈ സെൻറ്ററിൽ നിന്നും എത്രയോ ഡിസ്റ്റൻസ് മാറി നമുക്ക് യു ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു വെലോസിറ്റി, കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഈ ഒരു വെലോസിറ്റി കിട്ടും. അത് ഏത് കേസിലാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ജനറൽ ആയിട്ടുള്ള യുവിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് യു മാക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ യു ഇസ് ഈക്വൽ ടു യു മാക്സ് into 1 minus small r square divided by capital R square ആണ്. സോ യു മാക്സ് ഡിവൈഡഡ് യു, അപ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി എവിടെയോ ഒരു സെക്ഷനിൽ എവിടെയോ ഒരു ലെയറിൽ വരുമ്പോഴേക്കും വി ഗെറ്റ് ദ യു ആവറേജ് കിട്ടും. അപ്പോൾ ഇതിന് യു ആവറേജ് എന്ന് കൊടുക്കാം. യു ആവറേജ് ഇസ് ഈക്വൽ ടു യു മാക്സ് ഇൻറ്റു 1 മൈനസ് സ്മോൾ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. സോ നമുക്കറിയാം യു മാക്സ് ഡിവൈഡഡ് ബൈ യു ബാർ എന്ന് പറയുന്നത് 2 ആണ്. സോ യു ബാർ ഡിവൈഡ് ബൈ യു മാക്സ് എന്ന് പറയുന്നത് നമുക്ക് 1/2 ആയിട്ട് എഴുതാം. 1/2 ഇസ് ഈക്വൽ ടു 1 മൈനസ് സ്മോൾ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയറിനെ 1/2 എന്ന് എഴുതാം. രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ എന്ന് കിട്ടും. അല്ലെങ്കിൽ സിംപ്ലി വി ക്യാൻ റൈറ്റ് 0.707 ആർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഈ റിസൾട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു ലെയറിലാണ് അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ്, എത്ര സ്മോൾ ആർ മാറിയിട്ടാണ് നമുക്ക് യു ആവറേജ് കിട്ടുന്നതെന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്, അല്ലെങ്കിൽ 0.707 ടൈംസ് ദാറ്റ് ഓഫ് ദ ആർ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും. സെൻറ്ററിൽ നിന്ന് 0.707 ടൈംസ് ആർ മാറിയിട്ടായിരിക്കും നമുക്ക് ഈ യു ആവറേജ് എന്ന് പറയുന്ന നമ്മുടെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കിട്ടുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ആയിട്ട് ഉള്ളത്. ഇനി വരുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹെഡ് ലോസ് ആണ്. ഹെഡ് ലോസ് ഇൻ കേസ് ഓഫ് എ പൈപ്പ് ഫ്ലോ. ഹെഡ് ലോസ് ഇൻ കേസ് ഓഫ് ദ പൈപ്പ് ഫ്ലോ നേരത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. അതായത് പാരലൽ പ്ലേറ്റ്സിലുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. 12 mu u bar L ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? 12 mu u bar L ഡിവൈഡഡ് ബൈ ഞാൻ തന്നെ മറന്നുപോയി. mu u bar L divided by capital H square ആയിരുന്നു. This was the equation in case of parallel plates. In case of the pipe flow നമ്മുടെ ഇക്വേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ സെയിം മെത്തേഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യുക. അവിടുന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഫ്ലോ നടക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹെഡ് ലോസ് എത്രയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ P1 മൈനസ് P2 ബൈ റോ ജി ഈസ് ഈക്വൽ ടു 32 mu u bar L divided by rho g into capital T square. അപ്പോൾ ഇതിനെ നമ്മൾ rho g വെച്ചിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു.
ഹെഡ് ലോസിൻ്റെ ടേംസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. സോ രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ 32 mu u bar L divided by rho g into d square ആണ്. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ആസ് ദി Hagen-Poiseuille's ഇക്വേഷൻ. നമ്മൾ നേരത്തെ പൈപ്പ് ഫ്ലോ ചാപ്റ്ററിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചതാണ്. അതായത് എന്തായിരുന്നു, ഡാർസി വെസ്ബാച്ച് ഇക്വേഷൻ വെച്ചിട്ട് HFൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സിമിലർലി ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് Hagen-Poiseuille's ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പാരിസൺ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സോ ഹെഡ് ലോസ് HL is equal to 32 mu u bar L divided by rho g into capital D square. ഓക്കെ, ഇനി നേരത്തെ പോലെ നമുക്ക് ഡിസ്ചാർജിൻ്റെ ഫോമിൽ ഹെഡ് ലോസ് ഒന്ന് എഴുതണം. ദാറ്റ് ഈസ് യു ബാർ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ യു ബാർ ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ, ദാറ്റ് ഈസ് π/4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ. ഇഫ് ദ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, ക്യാപിറ്റൽ 4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ ആണ്, π/4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ ആണ്. അപ്പോൾ P1 മൈനസ് P2 ബൈ റോ ജി ഈക്വൽ ടു 128/π. ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല, ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഇൻറ്റു മ്യൂ ക്യൂ എൽ ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു ഡി റേസ് ടു 4 ആണ്. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഇൻ ദി ഫോം ഓഫ് ഡിസ്ചാർജ്. ഡിസ്ചാർജിൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു റിസൾട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഹെഡ് ലോസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ ഡി റേസ് ടു 4 ആണ്. ഓക്കെ, ഹെഡ് ലോസ് നമ്മൾ എഴുതിയത് ഡയമീറ്ററിൻ്റെ ടേംസിലാണ്, ബാക്കി വെലോസിറ്റി, ഷിയർ സ്ട്രെസ് അതൊക്കെ ആറിൻ്റെ ടേംസിലാണ് എഴുതിയത്. ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കാം, തമ്മിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി. സോ ഹെഡ് ലോസ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ ഡി റേസ് ടു 4 ആണ്. ഇനി രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് ഹെഡ് ലോസിനുള്ള നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചത്. ഒന്നെന്ന് പറഞ്ഞാൽ നേരത്തെ പൈപ്പ് ഫ്ലോയിൽ പഠിച്ച ഡാർസി വെസ്ബാച്ച് ഇക്വേഷൻ, ഇപ്പോൾ നമ്മൾ പഠിച്ച Hagen-Poiseuille's ഇക്വേഷൻ. അപ്പോൾ രണ്ടും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. രണ്ടും തരുന്നത് എന്താണ്, ഹെഡ് ലോസ് അല്ലെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ രണ്ട് റിസൾട്ടും കൂടി നമുക്ക് എഴുതി നോക്കാം. FL_V² ഡിവൈഡഡ് ബൈ 2G ഇൻറ്റു ക്യാപിറ്റൽ ഡി ആയിരുന്നു ദ ഇക്വേഷൻ ഫോർ ഡാർസി വെസ്ബാച്ച് ഇക്വേഷൻ വരുന്നത്. സോ 32 mu u ബാർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് V എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഈ യു ബാറിന് V എന്ന് എഴുതിയാലും തെറ്റില്ല, കാരണം ഇവിടെയും നമ്മൾ മീൻ വെലോസിറ്റി തന്നെയാണ് അവിടെ പറഞ്ഞത്. മീൻ വെലോസിറ്റി തന്നെയാണ്, നൊട്ടേഷൻ രണ്ടും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇൻറ്റു റോ ജി ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഡി ഒക്കെ ക്യാൻസലായി പോകും, ജി ക്യാൻസലായി പോകും, എൽ ക്യാൻസലായി, ഇവിടെ ഒരു വി ക്യാൻസലായി പോകും. അങ്ങനെയെല്ലാം ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോഴേക്കും വി ഗെറ്റ് ദ ഇക്വേഷൻ ആസ് എഫ് V divided by 2, it is F V divided by 2 equal to 32 mu divided by rho into D എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ മാറ്റി എഴുതുമ്പോഴേക്കും we get F is equal to 64 mu divided by rho V into D ആണ്. So rho V D by mu എന്ന് പറയുന്നത് already we know F is equal to 64 divided by Reynolds number ആണ്. So from this we get the friction factor in the laminar flow is a function of a Reynolds number. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്നാണ് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കമ്പാരിസൺ ഓഫ് ദ റിസൾട്ട് ബിറ്റ്വീൻ ദി Hagen-Poiseuille's equation and also the Darcy-Weisbach equation, we get this particular equation for the friction factor. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ വരെ നമുക്ക് കിട്ടി. ഇനി ചില കേസിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാറുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. അതായത് HF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂവിൻ്റെ എത്ര പവറാണ്, അതുപോലെ വെലോസിറ്റിയുടെ എത്ര പവറാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് കണ്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് ഇക്വേഷനാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ Hagen-Poiseuille's ഇക്വേഷൻ. അപ്പോൾ Hagen-Poiseuille's ഇക്വേഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് 32 mu u bar L divided by rho
ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യു ബാർ. എഫ് എച്ച് എഫ് എല്ലും ഞാൻ മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പ്രശ്നമില്ല, കാരണം ഫ്രിക്ഷണൽ ലോസ് തന്നെയാണ് ഇവിടുത്തെ ഹെഡ് ലോസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ എച്ച് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യു ബാർ ആണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഡൗട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയെന്ന് പറയുന്നത്, നമ്മൾ ഡാർസി വിസ്ബാച്ച് ഇക്വേഷൻ വെച്ചിട്ട് എച്ച് എഫ് ഇസ് ഈക്വൽ ടു എഫ് എൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ റോ ജി ഡി എന്നല്ലേ നമ്മൾ പഠിച്ചു. അപ്പോൾ എച്ച് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ അല്ലേ വരേണ്ടത്? അങ്ങനെ ഒരു ഡൗട്ട് എല്ലാവരുടെയും മനസ്സിൽ വരാം. പക്ഷേ ദിസ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ എഫിനെ നമുക്ക് പിന്നെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ ഇ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഇയിൽ പിന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴേക്കും റോ വി ഡി ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് നമുക്ക് കിട്ടും. അത് ഈ എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ വി ക്യാൻസൽ ആയി പോവും. അപ്പോൾ പിന്നെയും നമുക്ക് കിട്ടുന്നത് എച്ച് എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നുള്ളതാണ്. സോ the head loss is directly proportional to V in case of a laminar flow through pipe. അപ്പോൾ ആ ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മിസ്റ്റേക്ക് ഉണ്ടാകാതെ ഇരിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഇരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഇനി അടുത്തത് എച്ച് എഫും അതുപോലെ ഡിസ്ചാർജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ അതിനു വേണ്ടിയും ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച Hagen-Poiseuille's ഇക്വേഷൻ വെച്ചിട്ടുള്ളത് തന്നെ നോക്കുക. ദാറ്റ് ഈസ് എച്ച് എഫ് ഇസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ പൈ മ്യൂ ഇൻറ്റു ക്യൂ എൽ ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു ഡി റേസ് ടു 4 ആണ്. സോ എച്ച് എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്ചാർജ് ക്യൂ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. So this is the relationship. So HF is directly proportional to velocity ആണ്. അതുപോലെ തന്നെ HF is directly proportional to discharge ആണ്. This is a concept. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ഇൻ ദ ലാമിനാർ ഫ്ലോയിലേക്ക് കടക്കാം. അതായത് കറക്ഷൻ ഫാക്ടറുകൾ. കറക്ഷൻ ഫാക്ടറുകളുടെ ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു രണ്ട് കേസിലും, അതായത് പ്ലേറ്റിൻ്റെ കേസിലായിക്കോട്ടെ അതുപോലെ പൈപ്പിൻ്റെ കേസിൽ ആയിക്കോട്ടെ, രണ്ട് കേസിലും വരുമ്പോൾ വേരിയേഷൻ ഓഫ് ദ വെലോസിറ്റി എന്ന് പറയുന്നത് പാരബോളിക് ആയിട്ടാണ്. പക്ഷേ നമ്മൾ ഹെഡ് ലോസ് കണ്ടുപിടിക്കുമ്പോഴാണെങ്കിലും അതുപോലെ ഏതൊരു ഇക്വേഷനുകളിൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മീൻ വെലോസിറ്റി ആയിട്ട് ഒരു ഫുൾ സെക്ഷനിൽ യു ബാർ എന്ന് പറയുന്ന ഒരു മീൻ വെലോസിറ്റി ആണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനകത്ത് there need to be some correction. This is the actual case and this is what is our assumption. Okay, അപ്പോൾ ആക്ച്വൽ കേസും അസംഷനും തമ്മിൽ ഉള്ള ഒരു കറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ കറക്ഷൻ ഫാക്ടർ കൊണ്ടിട്ട് ഉള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാനാണ്? ഒന്ന് മൊമെൻറ്റം കണ്ടുപിടിക്കാനും പിന്നെ ഒന്ന് കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൂയിഡ് കണ്ടുപിടിക്കാനാണ്. ഈ രണ്ട് കേസിലാണ് ഈ വെലോസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ratio of momentum flow per second based on the actual velocity divided by the momentum of the flow per second based on the average velocity. ഇതിനെ ബീറ്റ കൊണ്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. സോ ബീറ്റ ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് മൊമെൻറ്റം പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ മൊമെൻറ്റം പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ദ ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ ശരിക്കും ഈ മൊമെൻറ്റം കണ്ടുപിടിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ മൊമെൻറ്റം നമ്മൾ ക്യാപിറ്റൽ എം ആണെന്ന് നമ്മൾ എഴുതണം. ആവറേജ് വെലോസിറ്റി വെച്ചിട്ട് നമ്മൾ മൊമെൻറ്റം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ബീറ്റ എന്ന് പറഞ്ഞ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഒറിജിനൽ മൊമെൻറ്റം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒറിജിനൽ മൊമെൻറ്റം കിട്ടും. അതാണ് ഈ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടറിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടറിന് ഡെറിവേഷൻ ഉണ്ട് ഇൻ കേസ് ഓഫ് പൈപ്പ് ഫ്ലോ. അത് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ ഓൾറെഡി കണ്ട ഡെറിവേഷനൊക്കെ പോലെ തന്നെയാണുള്ളത്. നിങ്ങൾക്കത് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ബെൻസാണ് ടെക്സ്റ്റിൽ അതൊന്ന് റെഫർ ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂസ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോവാം. ഇൻ കേസ് ഓഫ് പൈപ്പ് ഫ്ലോയിൽ
അതും ലാമിനാർ പൈപ്പ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ബീറ്റയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 4/3 ആണ്. ദാറ്റ് ഇസ് 1.33 സംതിങ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ലാമിനാർ പൈപ്പ് ഫ്ലോ. ഇൻ കേസ് ഇതൊരു ടർബുലൻ്റ് പൈപ്പ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ബീറ്റയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 1.015 ആണ്. ഇനി പാരലൽ പ്ലേറ്റ്സിൻ്റെ കേസിൽ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറക്ഷൻ ഫാക്ടർ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടറിനകത്ത് പറയാനുള്ളത്. അപ്പോൾ സെയിം പോലെ തന്നെയാണ് ഈ വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കുക. പൈപ്പ് ഫ്ലോയിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, പൈപ്പ് ഫ്ലോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ആൽഫ എന്നുള്ള ടേംസ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ടേം ഇതിനകത്തും എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട്. അവിടെയും നമ്മൾ ആവറേജ് വെലോസിറ്റി അനുസരിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ ആൽഫ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ദ കൈനറ്റിക് എനർജി ബേസ്ഡ് ഓൺ ദി ആവറേജ് വെലോസിറ്റി ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ്? ബെർണോളിസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് P ഡിവൈഡഡ് ബൈ ρg പ്ലസ് v² ഡിവൈഡഡ് ബൈ 2g പ്ലസ് z ഇസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് കൈനറ്റിക് എനർജിയുടെ ടേം ഏതാണ്? v² ഡിവൈഡ് ബൈ 2g. അവിടെ നമുക്ക് ഓരോ സെക്ഷനിലെ അല്ലെങ്കിൽ ഓരോ ലെയറിലെയും വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ആവറേജ് ആണ് ഈ എപ്പോഴും എഴുതുന്നത്. ഈ v എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആവറേജ് ആണ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി ആണ് എപ്പോഴും എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് v² ഡിവൈഡ് ബൈ 2g എന്നുള്ള ടേമിനെ നമ്മൾ ആൽഫ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൊമെൻറ്റം കറക്ഷൻ ചെയ്തതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ദി ആവറേജ് വെലോസിറ്റി ആണ്. സോ ദിസ് ആർ ദ തിങ്സ് അബൌട്ട് ആൽഫ. ഇനി ആൽഫയുടെ വാല്യൂസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പ് ഫ്ലോ ആണ്. പൈപ്പ് ഫ്ലോയുടെ കേസിൽ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ പ്ലേറ്റിൻ്റെ കേസിൽ ലാമിനാർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ലാമിനാർ ഫ്ലോ ഇൻ ദി പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ആൽഫ ഇസ് ഈക്വൽ ടു 1.543 ആണ് ആൽഫയുടെ വാല്യൂ. ഇനി പൈപ്പിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ലാമിനാർ ഫ്ലോയ്ക്കാണ്. ഇതാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. നമ്മുടെ സിലബസിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ ആണ്. ഇനി ലാമിനാർ ഫ്ലോ ത്രൂ പൈപ്സ് കണ്ടു, പ്ലേറ്റ്സ് കണ്ടു. ഇനി അടുത്തത് ടർബുലൻ ഫ്ലോ ത്രൂ പൈപ്സ് വരുമ്പോഴേക്കും 2 ആൽഫയുടെ വാല്യൂ ഉണ്ട്. ഒന്നാമത്തെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 3. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി പവർ ലോ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 4 ഡിവൈഡഡ് ബൈ 3 ആണ്. മറ്റൊരു വാല്യൂ ഉള്ളത് 1.03 തൊട്ട് 1.06 വരെയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലോഗരിതമിക് വേരിയേഷൻ ഓഫ് ദി വെലോസിറ്റി. Logarithmic variation of the velocity. ആക്ച്വലി ടർബുലൻറ്റ് ഫ്ലോ ആണ് പൈപ്പിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലോഗരിതമിക് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂ 1.03 തൊട്ട് 1.06 വരും. പവർ ലോ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂ ഇൻ കേസ് ഓഫ് ടർബുലൻറ്റ് ഫ്ലോ ഇൻ ദ പൈപ്പ് 4 ഡിവൈഡഡ് ബൈ 3 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ ദ ലാമിനാർ ഫ്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊരു സമ്മറി പോലെ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് നമ്മൾ കണ്ടതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് സമ്മറി പോലെ ഒന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ബെൻസാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും സമ്മറിയിലുള്ള പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡെറിവേഷൻസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്ലേറ്റ്സിൻ്റെ ഡെറിവേഷൻസ് വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടു, അത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പിൻ്റെ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു
എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇനി ടർബുലൻറ്റ് ഫ്ലോ വരുമ്പോഴേക്കും ഇതുപോലെ ഒരു രീതിയിലായിരിക്കും നമ്മളെല്ലാ റിസൾട്ടിലേക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് മാത്രം മതി. അതായത് ഡിസ്ട്രിബ്യൂഷൻ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ പൈപ്പ് എന്ന് പറയുന്നത് പാരബോളിക് ആണ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് പാരബോളിക് ആണ്. അതുപോലെ ഷിയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ്. അങ്ങനെ മാത്രം നിങ്ങൾക്ക് മതിയോ അതോ ഇതുപോലെ ഡിറൈവ് ചെയ്തിട്ട് റിസൾട്ട് പറയണോ? അങ്ങനെയുള്ള കാര്യമൊന്നും കമൻറ്റിൽ ഒന്ന് പറഞ്ഞിരിക്കുക. കാരണം ടർബുലൻറ്റ് ഫ്ലോ ഇതുപോലെ ചെറിയ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ടർബുലൻറ്റ് ഫ്ലോയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൗണ്ടറി ലെയറിലും ഇതുപോലെ ഡെറിവേഷൻസിൽ നിന്നാണ് റിസൾട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പറയണോ എന്നുള്ളത് കമൻറ്റിൽ ഒന്ന് പറയുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്